500 വരാൽ കുഞ്ഞുങ്ങളെ നമ്മൾ കുളത്തിൽ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മത്സ്യകൃഷി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ജൂലൈ 2ാം ആഴ്ചയാണ്, ജൂലൈ മാസം 2ാമത്തെ ആഴ്ചയാണ്. നമ്മൾ ടെമ്പറേച്ചർ മാച്ചിങ്ങിന് വേണ്ടി നേരത്തെ ഇട്ടാണ്, ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം. 500 വരാലിനെ നമുക്ക് റിലീസ് ചെയ്യാം. സാധാരണ നേരത്തെ പറഞ്ഞ മാതിരി വരാലിനൊന്നും മറ്റേ ടെമ്പറേച്ചർ മാച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ടെമ്പറേച്ചർ മാച്ചിങ് ഇട്ടില്ല, നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ടെമ്പറേച്ചർ മാച്ചിങ് ഒന്നും വേണ്ട. പക്ഷേ ഞാനിത് മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ നിറഞ്ഞു ഒഴുകിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ടെമ്പറേച്ചർ മാച്ചിങ്ങിന് ഇടാതെ വിചാരിച്ചാണ്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നേരം നമ്മൾ ടെമ്പറേച്ചർ മാച്ചിങ്ങിന് നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം ആദ്യം 2 പാക്കറ്റാണ്. ഒന്നിൽ 250 ഉണ്ട്, അടുത്തതിൽ 250 ഉണ്ട്. 500 വരാൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. 500 വരാൽ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 3 ഇഞ്ച്, കഷ്ടി 3 ഇഞ്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. 500 വരാൽ കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിളവെടുത്തപ്പോൾ നല്ലോണം നഷ്ടം സംഭവിച്ചു കേട്ടോ. നഷ്ടം എന്നല്ല, പക്ഷെ നമുക്ക് ലാഭമൊന്നും കിട്ടിയില്ല. കാരണം നമ്മളെ വരാലുകൾ പല വലുപ്പമായതുകൊണ്ട് തന്നെ തമ്മിൽ കഴിച്ചു. അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, അതായത് ഫസ്റ്റത്തെ ഒരു 200 ഗ്രാമൊക്കെ ആവുന്ന വരെ അവർ തമ്മിൽ തിന്നു. വലുതായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിൽ അത് നല്ലോണം തമ്മിൽ തിന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 500 വരാലിനെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ 200-ൽ താഴെ വരാലിനെ മാത്രമാണ് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി പറ്റിയത്. പക്ഷേ അന്നും ഇതുപോലെ തന്നെ ജൂലൈ ആദ്യവാരമാണ് നമ്മൾ മീനിനെ കുളത്തിൽ റിലീസ് ചെയ്തത്. ഏകദേശം വിഷുവിൻ്റെ സമയമൊക്കെ ആയി നമ്മൾ വിളവെടുത്തപ്പോൾ ഏകദേശം 1 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ശരാശരി ഓരോ കിലോ വീതം ഓരോ ഗ്രാലും വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ 500 വരാൽ കുഞ്ഞുങ്ങളെ നമ്മുടെ കുളത്തിൽ റിലീസ് ചെയ്തു. ഇന്ന് ജൂലൈ 21ആണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വിഷുവിനാണ് നമ്മൾ വിളവെടുക്കുക. ഏകദേശം 9 മാസം. അപ്പോൾ ഈ ജൂലൈ 21-ന് മീനിനെ റിലീസ് ചെയ്ത് വിഷുവിന് വിളവെടുക്കുന്ന 9 മാസക്കാലം നമുക്ക് മീനിന് ഏകദേശം 1 കിലോ വെയിറ്റ് വേണം. വരാൽ സാധാരണ ഒരു 6 മാസം 8 മാസം കൊണ്ട് 1 കിലോ വെയിറ്റ് ആവും. നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ പോണ്ട് അല്ലാതെ ഷീറ്റ് വെച്ചുള്ള പടുതാ കുളത്തിലൊക്കെ ഓരോ കിലോ വെയിറ്റ് ആവുന്നുണ്ട്. നമ്മളിത് നാച്ചുറൽ കുളമാണ്. ഇന്നിപ്പോൾ ഈ കുളം കണ്ടാൽ തന്നെ അറിയാം, ഇതൊക്കെ ഇതിൻ്റെ സ്വാഭാവികതയിൽ വളർന്നു വന്ന സാധനങ്ങളാണ്. ഒന്നും നമ്മൾ പ്ലാന്റേഷൻ ചെയ്തതല്ല, ഒന്നും നട്ടു വളർത്തിയതല്ല. ഈ ആമ്പലും പായലും പുല്ലും ഒക്കെ ഇതിൽ ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതിലിപ്പോൾ മഴ പെയ്ത് കുറച്ച് സമയമായല്ലോ. അപ്പോൾ ഇതിൽ കുറേ ലാഭങ്ങളും ഒരു 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണം ഇവർക്ക് ഈ കുളത്തിൽ തന്നെ ഉണ്ടാവും. സാധാരണ മീൻ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ഫുഡൊന്നും എടുക്കില്ല. അപ്പോൾ പടുതാ കുളത്തിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതിലതിൻ്റെ പ്രശ്നമല്ല. ഫുഡ് എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്കുള്ള ഫുഡ്, നാച്ചുറലായിട്ടുള്ള ഫുഡ് ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തോളം നമ്മൾ 1 mm സൈസുള്ള ഫുഡാണ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓരോന്നും കയറ്റി വരും. 1 mm, പിന്നെ ഒരു 2 mm, പിന്നെ നമ്മൾ 3 mm, പിന്നെ 4 mm, പിന്നെ 6 mm. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്ന രീതി. അപ്പോൾ ഈ 1.5 മാസത്തോളം നമ്മൾ 1 mm തന്നെ ഫുഡ് കൊടുക്കണം. ഏകദേശം ഒരു 4 ഇഞ്ച് സൈസ് ആകുമ്പോൾ നമ്മൾ 3 mm മാറ്റി. യൂനോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കത് കഴിഞ്ഞാൽ ന്യൂട്രല എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണുള്ളത്. അപ്പോൾ ന്യൂട്രലിൻ്റെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജൂലൈ 21ആണ്. ഇനി അടുത്ത വിഷുവിനാണ് നമ്മൾ വിളവെടുക്കുക. അപ്പോൾ വിഷുവിന് വിളവെടുക്കുമ്പോൾ ഏകദേശം 1 കിലോ വരെ വെയിറ്റ് ആവണം. 500 ഗ്രാലിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി നമുക്ക് 200-ൽ താഴെയാണ്. ഒരു 100 വരാൽ കുറഞ്ഞാൽ നമുക്കൊരു 400 വരാലെങ്കിൽ ഈ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി പറ്റണം. അതിന് നമ്മൾ കൃത്യമായിട്ട് ഫുഡ് കറക്റ്റ് സമയത്ത് ഫസ്റ്റത്തെ ഒരു 1/2 കിലോ ആവുന്ന വരെ 4 നേരം ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1/2 കിലോ വെയിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 3 നേരം ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. 3 നേരം ഫുഡ് കൊടുത്താൽ മതി. പിന്നെ അതിൽ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ രാത്രി നിർബന്ധമായിട്ടും ഫുഡ് കൊടുക്കണം. രാത്രി വൈകിയാലും വേണ്ടിയില്ല, അത് നിർബന്ധമായിട്ട് രാത്രി ഫുഡ് കൊടുക്കണം.
അല്ലെങ്കിൽ ഈ രാത്രിയുടെ സമയങ്ങളിലാണ് ഇവർ സൈലൻ്റ് ആയിരിക്കുന്ന സമയങ്ങളിലാണ് ഇവർ അറ്റാക്കിങ്ങും അതുപോലെ തമ്മിൽ കഴിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല അവിടുത്തെ നാച്ചുറൽ പോണ്ടാണ്, പിന്നെ നീലപ്പൊന്മാനും അതുപോലെ ഇരണ്ടിയും പല കിളികളും വരും. അപ്പോൾ നമുക്ക് പഴയ വല ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുളം മൊത്തം വലട്ട് മൂടണം. നമ്മൾ കുളത്തിൻ്റെ മുകളിൽ വല ഇട്ടു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച വല തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച വല നമ്മൾ നല്ലവണ്ണം മാറ്റി വെച്ചാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വലിക്കുമ്പോഴൊക്കെ പൊട്ടി പോകുന്നുണ്ട്. ഇത് 2 കൊല്ലം മുന്നേ വാങ്ങിച്ചാണ്. അപ്പോൾ ഒരു വലയും കൂടി ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി സേഫ്റ്റി ആയിട്ട് ഇടണം. ഇതിൻ്റെ ഫ്രണ്ടിൽ അതേമാതിരി സെൻറ്ററിലൊക്കെ കുറേ കട്ടായിട്ട് പോയിട്ടുണ്ട് അല്ലേ, അവിടെയൊക്കെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു വലയും കൂടി ഇതിൻ്റെ മേലെ വാങ്ങിച്ചു വിടണം. തൽക്കാലത്തേക്ക് ഒരു സേഫ്റ്റി മാത്രമാണിത്. എരണ്ട അതുപോലെ തന്നെ അങ്ങനത്തെ ഇതൊന്നും ഇറങ്ങില്ല. പക്ഷേ മീൻ കൊത്തിപ്പൊന്മാനൊക്കെ ഇറങ്ങും കേട്ടോ. കൃത്യമായിട്ട് മീൻ കൊത്തിപ്പൊന്മാൻ ഓട്ടം നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ എവിടെയാണോ ഹോളുള്ളത് അതിലൂടെ കറക്റ്റ് ഇറങ്ങും. അതേമാതിരി തന്നെ മീനിനെ പിടിച്ചിട്ട് അതേ ഹോളിലൂടെ തന്നെ പോകും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ മീനിനിടുന്ന വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അടുത്ത വിഷുവിന് നമ്മൾ വിളവെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മീനിന് ആവശ്യമുണ്ടെങ്കിൽ, മീൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നേരെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ മീൻ വാങ്ങിച്ചിട്ടുള്ളത് ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കോഴിക്കോട് ജില്ലയിൽ കക്കോടിയിൽ ഫാം നടത്തുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് മീൻ കുഞ്ഞുങ്ങളുണ്ട്. വരാൽ മാത്രമല്ല, തിലോപ്പിയ, ചിത്രലട അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൗരാമി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മീൻ വാങ്ങിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ ബന്ധപ്പെടാവുന്നതാണ്. ഖാലിദ് ഫോൺ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാവുന്നതാണ്. അപ്പോഴുള്ള റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫുഡൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ്.